നമസ്കാരം. UAE-യിലേക്ക് വേണ്ടി വർക്ക് വിസ, അതായത് ജോബ് സംബന്ധമായിട്ട് പോകുന്നത് ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് സ്റ്റാമ്പ് ചെയ്തിട്ട് വേണം പോകാൻ. അതിൻ്റെ പ്രോസസ്സാണ് ഇവിടെ വിശദീകരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു ജോബ് ഓഫർ ലെറ്റർ, 2-3 കിട്ടും. ജോബ് ഓഫർ ലെറ്റർ, ഇതുപോലത്തെ ഒരു ജോബ് ഓഫർ ലെറ്ററോ അല്ലെങ്കിൽ കോൺസുലേറ്റിലെ എംബസിയിലോ പോകുന്നതിന് വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ്, ഇതുപോലത്തെ ഒരു മെസ്സേജോ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോവുക, അല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. നേരിട്ട് പോയിട്ട് വേണമെങ്കിലും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഗ്യാംക എടുക്കും. ഗ്യാംക മെഡിക്കൽ റിപ്പോർട്ട് എടുക്കണം. ഗ്യാംക മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള കുറച്ച് രാജ്യങ്ങൾക്ക് കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു മെഡിക്കൽ ടെസ്റ്റാണ്. അത് ഇന്ത്യയിലെ പല സിറ്റികളിലും ഉണ്ട്. അപ്പോൾ മെഡിക്കൽ സെൻ്ററുകൾ ഇതുപോലത്തെ ഗ്യാംക മെഡിക്കൽ റിപ്പോർട്ട് എടുക്കേണ്ടി വരും. ഗ്യാംക മെഡിക്കൽ റിപ്പോർട്ട് നമുക്ക് ഇവിടെ കേരളത്തിൽ 5 സ്ഥലത്തുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, പിന്നെ കൊച്ചി, തിരൂർ, മഞ്ചേരി, കോഴിക്കോട്. കേരളത്തിലെ സംബന്ധിച്ച കാര്യം പറയുന്നത്. മറ്റ് സ്റ്റേറ്റുകളുള്ളത് അവിടെ വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏതായാലും ശരി അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഓൺലൈനായിട്ട് അതിൻ്റെ പേയ്മെൻ്റ് ഉണ്ട്. അത് ഡോളർ പേയ്മെൻറ്റാണ്. പേയ്മെൻറ്റ് എടുത്ത് അപ്പോയിൻമെൻറ്റ് എടുത്ത് അതിനുശേഷം മെഡിക്കൽ സെൻ്ററിൽ പോവുക. മെഡിക്കൽ സെൻ്ററിൽ പോയിട്ട് മെഡിക്കൽ എടുക്കണം. മെഡിക്കൽ എടുത്ത് മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് സ്റ്റാമ്പിങ്ങിന് വേണ്ടി തിരുവനന്തപുരത്ത് UAE കോൺസുലേറ്റിൽ വരേണ്ടത്. സ്റ്റാമ്പിങ് എന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഇനിയാണ് എൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോസസ്സ് ഫസ്റ്റ് പ്രോസസ് പറഞ്ഞാൽ മെഡിക്കലിൻ്റെ ബാക്കിൽ മെഡിക്കൽ റിപ്പോർട്ട്, ഇതുപോലെ കിറ്റ് റിപ്പോർട്ട് കിട്ടി. ഇത് മെഡിക്കൽ ഗ്യാംകയിൽ കിറ്റ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ ആദ്യം അറ്റസ്റ്റ് ചെയ്യണം. അറ്റസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഫീസുണ്ട്. ഫീസ് ഒന്നുകിൽ സൈറ്റിൽ കയറിയിട്ട് നേരിട്ട് പിന്നെ അതിൻ്റെ പേയ്മെൻറ്റ് അടച്ച്, അതിൻ്റെ ഇൻ്റർനാഷണൽ പേയ്മെൻ്റ് ആണ് വരുന്നത്, ദിർഹം പേയ്മെൻ്റ് ആണ്. അപ്പോൾ പിന്നെ ഈ പേയ്മെൻറ്റ് അടയ്ക്കാം. അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഒരു ഏജൻസിയുടെ സഹായം തേടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് അവർ തന്നെ അറ്റസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല. അതിനകത്ത് ഈ മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കും. വേറെ മെഡിക്കൽ റിപ്പോർട്ട് അവർ മെഡിക്കൽ ഏജൻസികൾ എത്ര മെഡിക്കൽ റിപ്പോർട്ടുണ്ട് അവർ നേരിട്ട് രാവിലെ തന്നെ പോയിട്ട് കോൺസുലേറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് അവിടെ നിന്ന് മെഡിക്കൽ റിപ്പോർട്ട് അറ്റസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പം ഇതിനു വേണ്ടി നമ്മളിപ്പോൾ ഒരു കാൻഡിഡേറ്റ് മെഡിക്കൽ റിപ്പോർട്ട് എവിടെ നിന്നാണെന്ന് ചിലപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ 5 സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വന്നാണെങ്കിലും എടുക്കാൻ പറ്റും. എവിടെ നിന്നാണെങ്കിലും എടുക്കാം. അത് പിന്നെ അങ്ങനെ ഇന്ന സ്ഥലത്ത് തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി. മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അപ്പോൾ ഇതിൽ ആദ്യം ഇത് മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ ബാക്കിൽ അറ്റസ്റ്റ് ചെയ്യുന്നു. അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റ് ഇതിനു വേണ്ടിയാണ് കോൺസുലേറ്റ് വരുന്നത്. കാൻഡിഡേറ്റ് ബയോമെട്രിക്സ് എടുക്കാൻ വേണ്ടി പോകണം. ബയോമെട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിംഗർ പ്രിൻറ്റും ഐ സ്കാനിങ്ങും ഫോട്ടോയും. ഈ ഫിംഗർ പ്രിൻറ്റും ഐ സ്കാനിങ്ങും ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറേണ്ടത്. അപ്പം അതിനും പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനും പിന്നെ അത് ഇൻ്റർനാഷണൽ പേയ്മെൻ്റാണ്, ദിർഹം പേയ്മെൻ്റാണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒറിജിനൽ പാസ്പോർട്ട്, പിന്നെ വേണ്ടത് ഒറിജിനൽ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് കാൻഡിഡേറ്റ് നേരിട്ട് അകത്ത് കയറും. അകത്ത് കയറി കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യാം. അത് ഈ ബയോമെട്രിക്സ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതും വേണമെങ്കിൽ നമുക്ക് ഒരു ഏജൻസിയുടെ സഹായം, മൊത്തത്തിൽ വേണമെങ്കിൽ ഏജൻസിയുടെ സഹായം തേടാൻ പറ്റും. ഇതും അവർ തന്നെ നമ്മൾ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അവരുടെ തന്നെ പേയ്മെൻ്റ് എല്ലാം നടത്തി റെഡിയാക്കി തരും. ബയോമെട്രിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ഇതുപോലത്തെ ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ് തിരിച്ചു കിട്ടുന്നത്. മെഡിക്കൽ റിപ്പോർട്ടിൽ ഇതുപോലത്തെ ഒരു നമ്പർ ഉണ്ടാവും. ഇതാണ് നമുക്ക് റെഫറൻസ് നമ്പർ. പിന്നെ ഇത് അപ്ഡേറ്റ് ആയി ഇതിന് ശേഷം ബയോമെട്രിക്സ് ചെയ്തതിന് ശേഷം ഇത് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് വിസ ഒന്ന് അപ്ഡേറ്റ് ആകാനുണ്ട്. ചില കേസുകളിൽ UAE നിന്ന് അവിടെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ലേബർ പേയ്മെൻറ്റ് അടയ്ക്കാറുണ്ട്. ഈ ലേബർ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം കിട്ടുന്ന ഒരു പേപ്പറാണ് പ്രൂഫ് ഓഫ് വിസ ആപ്ലിക്കേഷൻ. ഈ പ്രൂഫ് ഓഫ് വിസ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പാസ്പോർട്ട് തിരിച്ച് കിട്ടാറുള്ളൂ. അപ്പം ചില കേസിൽ പ്രൂഫ് ഓഫ് വിസ ആപ്ലിക്കേഷൻ തുടക്കത്തിലേ കിട്ടും. അങ്ങനെ വരുമ്പോഴേക്ക് കമ്പനിയുടെ അവിടെ നിന്ന് പേയ്മെൻ്റ് ഒന്നും വരത്തില്ല. ഉടനെ പിന്നെ അപ്ഡേറ്റ് ആയി പെട്ടെന്ന് വിതിൻ 2 days പാസ്പോർട്ട് കിട്ടും. ഇനി ഈ പ്രൂഫ് ഓഫ് വിസ ആപ്ലിക്കേഷൻ ഇങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എത്ര ദിവസം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഡിലേ വരുന്നുണ്ടോ അത്രയും ദിവസം അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൂഫ് ഓഫ് വിസ ആപ്ലിക്കേഷൻ അവിടെ കോൺസുലേറ്റിൽ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു കൺഫർമേഷനാണ്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ പാസ്പോർട്ട് കൊണ്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഇതുപോലെ സബ്മിറ്റ് ചെയ്ത കാര്യം നമ്മൾ വിസ തന്ന ആരാണോ അവരെ അറിയിക്കുക. പേയ്മെൻറ്റ് വല്ല അടയ്ക്കാനുണ്ടെങ്കിൽ അത് അടച്ചൊന്ന് വരുത്തുക. ഈ പ്രൂഫ് ഓഫ് വിസ ആപ്ലിക്കേഷൻ കിട്ടിയെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ വിതിൻ 2 days പാസ്പോർട്ട് കിട്ടും. പിന്നെ ഇത് അപ്ഡേറ്റ് ഇപ്പോൾ ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്തു സെയിം ഡേ തന്നെ അപ്പം തന്നെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പേയ്മെൻറ്റ് അടച്ചു അപ്പം തന്നെ അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് പാസ്പോർട്ട് വാങ്ങിയിട്ട് നേരിട്ട് കളക്ട് ചെയ്തിട്ട് പോകും. ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ഇതേപോലെ തന്നെ നമ്മളൊരു ഏജൻസിക്ക് ഈ ഏജൻസിക്ക് തന്നെ അവിടെ അപ്രൂവ്ഡ് ഏജൻസികളുണ്ട്. ആ ഏജൻസി അവരുടെ നമ്മൾ ഓതറൈസേഷൻ കൊടുക്കുക. അവിടെ അകത്ത് കയറി സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
ഏജൻസിക്കാർ എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്യും, ചെക്ക് ചെയ്തിട്ട് എന്നാണ് കിട്ടുന്നത് അത് വാങ്ങിയിട്ട് അവർക്ക് നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലോട്ട് കറക്റ്റായിട്ട് അയച്ചു തരികയും ചെയ്യും. അപ്പം ഇതാണ് എൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം വേറെ മെയിനായിട്ട് ഓർക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇവിടെ യു എ കോൺസുലേറ്റ് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ മാത്രമേ ഉള്ളൂ. ശനി ഞായറും ഇല്ല. തെറ്റിദ്ധാരണ ചില വെള്ളിയാഴ്ച അവധിയാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. വെള്ളിയാഴ്ചയും വർക്കിംഗ് ഡേ ആണ്. രാവിലെ അറൗണ്ട് ഒരു 9 മണിക്ക് ശേഷം ഒരു 3-3:30 മണി വരെയാണ് ഇത് വർക്കിംഗ് ഉള്ളത്. പിന്നെ പൊതുവെ നമ്മുടെ കലണ്ടറിൽ റെഡ് കാണുന്ന അവധികളിലും സാധാരണ ഇവർ അവധി കൊടുക്കാറുണ്ട്. അപ്പം ഈ കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. പിന്നെ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. ഇതുപോലെയാണ് സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് യു എയിലേക്ക് ആകും. കോൺസുലേറ്റ് അപ്രൂവ്ഡ് ഏജൻസികൾക്ക് ഏത് ഏജൻസി മുഖേന ചെയ്യണമെന്ന് ഓരോരുത്തരുടെ ഡിസ്ക്രിപ്ഷനാണ്. എന്നാലും എനിക്ക് നല്ലതൊന്ന് തോന്നിയ ഒരു ഏജൻസിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് പെർഫെക്റ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. പെർഫെക്റ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് യു എ കോൺസുലേറ്റിൻ്റെ തൊട്ട് അടുത്ത ബിൽഡിംഗാണ്. ഈ ട്രാവൽസിന് തന്നെ വേറൊരു ഓഫീസും സബ്സിഡി ഓഫീസുണ്ട്, സിസ്റ്റർ കൺസേൺ ഉണ്ട്. അത് തൊട്ട് റൈറ്റ് സൈഡിലുള്ള സിൻസിയർ വിസ സർവീസാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പെർഫെക്റ്റ് ടൂർസ് ആൻഡ് ട്രാവൽസിലാണ്. ഇതിൻ്റെ ലൈസൺ ഓഫീസറാണ് മിസ്റ്റർ അബ്ദുള്ള. എൻ്റെ പേര് അബ്ദുള്ള. നിങ്ങൾ രാവിലെ എത്ര മണിക്ക്? പുലർച്ചെ 5 മണിക്ക്. അത് 5 മണിക്കൂർ 5 മണിയോട്ട് എത്ര മണിയുടെ ഓഫീസ് ഉണ്ടാവും? 5 to 5 വരെ നമ്മുടെ വൈകിട്ട് 5 മണിയാണ്. അപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ താങ്കൾ ഉണ്ടാവും. പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഇവിടെ എന്റെ പേര് ഗുരുനാഥാണ്. ഞാനും രാവിലെ 5 മണി വരെ ഉണ്ടാവും ഇവിടെ. രാവിലെ 7 മണി കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ സിൻസിയർ വിസ സർവീസസിൽ ഉണ്ടാവും. അത് മാത്രമല്ല അവിടുത്തെ സെക്യൂരിറ്റി. എൻ്റെ പേര് സ്റ്റാൻലിയാണ്. ഞാൻ രാവിലെ 7 മണി മുതൽ 4 മണി വരെ ഓഫീസിലുണ്ട്. ഓക്കെ. അപ്പോൾ അപ്പം അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ 2 ബിൽഡിങ്ങിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണുന്നുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് അവാർഡ് വിന്നിംഗ് സ്ഥാപനമാണ്. യു എ കോൺസുലേറ്റ് 2 പ്രാവശ്യമേ ഈ കോൺസുലേറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 പ്രാവശ്യം ബെസ്റ്റ് ഏജൻസിക്ക് അവാർഡ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ അവാർഡ് 2 പ്രാവശ്യം ബെസ്റ്റ് ഏജൻസിക്ക് അവാർഡ് ഈ സ്ഥാപനമാണ് പെർഫെക്റ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് നേടിയിട്ടുള്ളത്. ഇതിന് പിന്നെ രാവിലെ വരുന്നത് എപ്പോൾ വേണമെങ്കിലും ആൾക്കാർ വന്നു കഴിഞ്ഞാലും ഇവർക്ക് റെസ്റ്റിംഗ് ഫെസിലിറ്റി, അക്കോമഡേഷൻ ഫെസിലിറ്റി കൂടിയുണ്ട്. ഇതിൻ്റെ ഈ കോർഡിനേഷനും ഈ 2 സ്ഥാപനങ്ങളിലെ കസ്റ്റമേഴ്സിൻ്റെ കോർഡിനേഷനും പിന്നെ ഈ റെസ്റ്റിംഗ് ഫെസിലിറ്റിയുടെ അതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. റൌഫ് എന്നാണ് പേര്. അതിൻ്റെ ഓരോ കോർഡിനേഷൻസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ രാവിലെ വന്നു കഴിഞ്ഞാൽ ഏർലി ടൈം ആണെങ്കിലും ശരി, ഡേ ടൈമിൽ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിസ്റ്റർ റൌഫിനെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം വേണമെങ്കിൽ റെസ്റ്റിംഗ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തരും. പിന്നെ അതല്ല ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇത് പെർഫെക്റ്റ് ട്രാവൽസിൻ്റെ വെയിറ്റിംഗ് ഏരിയ ആണ്. പിന്നെ അതല്ലാതെ സിൻസിയർ വിസ സർവീസസിലും വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. വിസ സ്റ്റാമ്പിംഗ് പ്രോസസ്സ് ഞാൻ നേരത്തെ വിശദീകരിച്ചത് ഇവിടെ ഈ പെർഫെക്റ്റ് ടൂർസ് ആൻഡ് ട്രാവൽസുകാർ ഇവർ പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ തിരുവനന്തപുരത്തെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. മെഡിക്കൽ സെന്റേഴ്സ് 10 അതിലൊരെണ്ണം കിട്ടും. പിന്നെ തിരുവനന്തപുരം ഇത് GCC ഫ്ലിപ്പ്, ഇത് ഇവർ ഓൺലൈനായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. 24 hours ഞങ്ങളുടെ സർവീസ് ലഭ്യമാണ്. 5 മണി മുതൽ ഞങ്ങൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 5 മണി മുതൽ ആർക്ക് വേണോ അപ്പോയിന്റ്മെന്റ്, അപ്പൊ 9 മണിക്ക് ഫോൺ മുഖേന നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തു കൊടുക്കും. അതെ, തീർച്ചയായും. ഞങ്ങൾക്ക് പാസ്പോർട്ട് കോപ്പി, ഫോൺ നമ്പർ, ജോബ് ഏതാണോ, അതിനുള്ള മാർഷ്യൽ സ്റ്റാറ്റസ് എന്നീ കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് അപ്പൊ തന്നെ എടുത്ത് ഓൺലൈനിൽ അയക്കുന്നതാണ്. അപ്പൊ പിന്നെ മെഡിക്കൽ സെന്ററിൽ പോയാൽ മതി. പിന്നെ മെഡിക്കൽ അറ്റസ്റ്റേഷന്റെ സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 1 ആണ്. സ്റ്റെപ്പ് 2 മെഡിക്കൽ അറ്റസ്റ്റേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നതാണ് പിന്നെ ബയോമെട്രിക്സ്. അത് ഫിംഗർ പ്രിന്റ്, ഐ സ്കാനിങ്, ഫോട്ടോ എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞവർ നമ്പർ കിട്ടുന്നു, പ്രൂഫ് ഓഫ് വിസ ആപ്ലിക്കേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ മെഡിക്കൽ അറ്റസ്റ്റേഷൻ്റെ ബയോമെട്രിക്സിന്റെ ഫീസ് എങ്ങനെ? ബേസിക് ഫീ 3600, അതായത് 3600 രൂപയാണ് ബേസിക് ഫീ വരുന്നത്. പിന്നെ ബയോമെട്രിക്സിന്റെ എന്ന് പറയുമ്പോൾ 6500, ഡിപ്പെൻഡ് അപ്പോൺ കോൺസുലേറ്റിൽ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് അതിന്റെ റേറ്റ് മാറിയേക്കും. സെയിം ഡേ പാസ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കൊറിയർ ഓപ്ഷൻ ഉണ്ട്, അത് ഞങ്ങളുടെ സർവീസ് ലഭ്യമാണ്. വരുന്ന കാൻഡിഡേറ്റ്സോ ക്ലയൻസോ ഓട്ടോയിലാണ് വരുന്നത്. ഓപ്പോസിറ്റ് പക്ഷത്തായിട്ട് ഞങ്ങളുടെ ഒരു ഓഫീസ് അവിടെ തന്നെയുണ്ട്. അവിടെ സെക്യൂരിറ്റീസും ബാക്കി സ്റ്റാഫ്സും അവൈലബിൾ ആണ്. അപ്പോൾ പ്രിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുകയോ സെക്യൂരിറ്റിമാരുടെ ഹെൽപ്പോ എന്താണോ കസ്റ്റമേഴ്സിന് ആവശ്യമോ അത് ലഭ്യമാണ്. ഓഫീസിൽ വരികയാണെങ്കിൽ ഡയറക്റ്റ് ഓഫീസിൽ തന്നെ വരാൻ നോക്കുക. വേറെ ഏജന്റ് മൂലമോ മറ്റേ ഒരു ആവശ്യമില്ല. ഞങ്ങളുടെ ഓഫീസിന്റെ സർവീസും സ്റ്റാഫ്സും ഫുൾ ഓഫീസ് ടൈമിൽ ലഭ്യമാണ്.
ഡയറക്റ്റ് ഓഫീസിൽ തന്നെ വരാൻ നോക്കുക. വേറെ അനാവശ്യ ചാർജസുകൾ ഒഴിവാക്കുക.